ചിലർക്ക് ഉടമ്പടി പുതുക്കുമ്പോഴാണ് പുതിയ അനുഭവത്വവും അടയാളവും ഒക്കെ ലഭിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉടമ്പടിയുടെ ഒരു പ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാഗിക ബോധ്യവും പൂർണ്ണ ബോധ്യവും എന്ന് പറഞ്ഞ രണ്ട് കഷ്ണങ്ങളുണ്ട്. ബോധ്യം ഒരു പ്രശ്നമാണ്. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇത് കത്തണത് എപ്പോഴും നമ്മുടെ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എന്ത് ബോധ്യമുണ്ട്. ഇപ്പോഴ് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വചനം റോമ 4:21. റോമ 4:21. എങ്ങനെയാണ് ഉടമ്പടി പെട്ടെന്ന് ഫയറാകുന്നതെന്ന് നമ്മൾ നോക്കണം. നമ്മളങ്ങനെ ഓരോ നോഹവുകൾ, ഇതുപോലെ ജ്ഞാനസൂത്രങ്ങൾ, ഉടമ്പടി കത്തിക്കുന്ന ഓരോരോ മെത്തേഡുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥം നൽകണ. നമ്മളതൊന്ന് വളരെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കണ പോലെ സാങ്കേതിക ജ്ഞാനത്തിന് ആവശ്യമായ ഒരു ബുദ്ധിപരമായ സൂക്ഷ്മത ഉടമ്പടി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു ഭക്തകൃത്യം എന്നതിനേക്കാളുപരി മനസ്സും ബുദ്ധിയും ആവശ്യമുള്ള ഒരു ആധ്യാത്മിക സാങ്കേതിക വിഷയം പോലെ ഉടമ്പടി അതിൻ്റെ ജ്ഞാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വചനം കേൾക്കാം. റോമ 4:21. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. റോമ 4:21 ഏറ്റുപറഞ്ഞ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കൺവിഷനാണ്, നോട്ട് പാർഷ്യൽ കൺവിഷൻ. നമ്മൾക്ക് പലർക്കും വരുന്ന ഒരു ചെറിയ അബദ്ധം, ഒക്കുമായിരിക്കും അല്ലേ, ഒത്താക്കുള്ള എന്ന് പറയത്തില്ലേ, ഒക്കുമായിരിക്കും അല്ലേ. ചിലർ ലോട്ടറി ടിക്കറ്റ് എടുക്കത്തില്ലേ, നേരത്തെ ഏജന്റുമായി പറയത്തില്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നയാൾക്ക് അടിച്ചു, പാലക്കാട് അടിച്ചു, മലപ്പുറത്ത് അടിച്ചെന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഉടമ്പടി എടുത്തിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താക്കൊള്ളാം, കിട്ടിയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കും. ഇത് ഞാൻ പറയണത് ഇത് പാപമാണ് അങ്ങനെ ചെയ്യണത്. അല്ലാതെ എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ വന്ന് ഇരന്ന് പണി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കാര്യം നിങ്ങൾ ആരോടാണ് കളിക്കണത്? ദൈവത്തോടാണ്. അവിടെ പ്രശ്നം. കിട്ടിയ ഇപ്പം മനുഷ്യരോടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാര്യം മനുഷ്യൻ്റെ അടുത്ത് അസത്യമുണ്ട്, നുണയുണ്ട്, സത്യമുണ്ട്. പക്ഷേ ദൈവത്തിൽ കളങ്കമില്ലാത്ത കാരണം, കളങ്കമില്ലാത്ത ദൈവത്തെ നിങ്ങൾ സംശയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് പിശാസിൻ്റെ റാങ്കാണ്. പിശാസാണ് നിങ്ങൾ ചെയ്യണത്. വളരെ സീരിയസ് വിഷയമാണിത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യമായ അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നെന്നുള്ള ആഴമായ ബോധ്യത്താൽ പൂർണ്ണമായ ബോധ്യത്താൽ അബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പൂർണ്ണമായ ബോധ്യം, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഈ കംപ്ലീറ്റ് കൺവിക്ഷൻ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ വിഷയത്തിന് വെക്കുന്ന, ഓരോ വിഷയത്തിന് സാക്ഷ്യം പറയുന്ന ആൾക്കാരുടെ സാക്ഷ്യങ്ങൾക്ക് മനസ്സിലാകും. അവരതിൻ്റെ അകത്ത് പൂർണ്ണമായി മനസ്സർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഡൗട്ടില്ല. ഇത്തിരി കാലങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വന്നായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോളെ ഈ ദിവസങ്ങളിൽ ഞാൻ വെളുപ്പിന് കേട്ട സാക്ഷ്യമാണ്. അവരുടെ പേരിന് മേരി ഗ്രെയിൻ. അവരുടെ സാക്ഷ്യം, അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആയുർവേദിക് കോളേജിൽ അവർക്ക്
സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം. അതാണ് വിഷയം. കയറം ആയുർവേദിക് കോളേജിൽ അഡ്മിഷനൊക്കെ ആർക്ക് വേണമെങ്കിൽ കിട്ടും. ആർക്ക് വേണമെന്നില്ല, ഒരു 85% സ്കോറിങ്ങൊക്കെ വന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയാണ്. സീറ്റ് കുറവാണ്. ഇത് ഗ്രാജുവേഷനാണ് കിട്ടേണ്ടത്. പക്ഷേ അവളുടെ കപ്പാസിറ്റി അനുസരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല. അവരുടെ ബോധ്യം വരണത്. കാര്യം പൈസ മുടക്കിയാണല്ലോ ആൾക്കാർ എടുക്കുന്നത്. 45 ലക്ഷം രൂപയൊക്കെ അതിനും വരും. നമുക്കവർക്ക് MBBS മാത്രമാണ് ഗ്രാജുവേഷന് പൈസ. അല്ല, ആയുർവേദത്തിനും അങ്ങനെ തന്നെയാണ്. 35 ലക്ഷം രൂപ ഒരു ഡോക്ടർ മുടക്കിയത് എനിക്കറിയാം. അതെന്ത് പക്ഷേ ഇതിപ്പോൾ ഇവളെന്താ പറയണത്, അങ്ങനെ മുടക്കാൻ എനിക്ക് കാശില്ല, വീട്ടിൽ കാശില്ല, ഞങ്ങൾക്ക് കടങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ എനിക്കത് ചെയ്തു തരണം. ഓൾ ഇന്ത്യയിലാണ് 5 സീറ്റേ ഉള്ളൂ. ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ തന്നെ അങ്ങനെയാണ്. ഓൾ ഇന്ത്യയിലാണ് 5 സീറ്റേ ഉള്ളൂ. 5ാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ ചെറിയ ഹോപ്പെങ്കിലും ഉള്ളൂ. 5ാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ പൈസ ഇങ്ങോട്ട് കിട്ടണ്ടേ, സ്റ്റൈഫൻഡ് നമുക്ക് തന്നിട്ട് അല്ലേ പഠിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനും സങ്കല്പിക്കാനും ആഗ്രഹിക്കാനും ഉടമ്പടി എന്തുമാത്രം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വേറെ നമുക്ക് മെറിറ്റില്ല. അമ്മ വിചാരിച്ച എന്നെ 5ാം റാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് അവരുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കൊക്കെ കുറേ പരാജയങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എപ്പോഴും ഓർത്തേക്കണം. ഇടയ്ക്കൊക്കെ പരാജയങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് വരുന്നത് ഇടയ്ക്കൊന്ന് പരാജയം എന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഉടമ്പടിയുടെ അകത്ത് ഒരു സെക്ഷനിൽ പരാജയമുണ്ട്. ഈ പരാജയം നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കാണണം. കാര്യം അല്ലാതെ ഇതെല്ലാം മൊത്തം വിജയമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില ആൾക്കാർ മുങ്ങിപ്പോയാലും പിന്നെയും 2 കയ്യിൽ നിന്ന് എടുത്ത് തുഴഞ്ഞ് പിന്നെയും കയറും. കാര്യം എന്താണ്, മാതാവ് അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന് അവർക്ക് ആന്തരിക ബോധ്യം ഉണ്ടാവും. അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന്. എന്താ പരാജയം എന്ന് അച്ഛൻ പറഞ്ഞത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മുടെ നടപടി ഇല്ലേ, ഹെബ്രായ ലേഖനം എന്ന് എടുത്തേ. ഹെബ്രായ ലേഖനം 10:36 മക്കളെ സ്തുതിച്ചേണ്ടേ. ഹെബ്രായർ 10:36. ഹെബ്രായ ലേഖനം 10:36. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പൊ ഈ സഹനത്തിന് ഒരു റോളുണ്ട് ഇവിടെ. എപ്പോഴായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് സഹനത്തിൻ്റെ ഒരു കാലാവസ്ഥ ഉറപ്പാണ്. നിങ്ങളുടെ രോഗസൗഖ്യത്തിനായാലും ശരി, പരീക്ഷ വിജയത്തിനായാലും, ജോലിക്കായാലും, ജപ്തി നടപടി രക്ഷപ്പെടാനായാലും ഇതിൻ്റെ അകത്ത് ഒരു കാലഘട്ടം സഹനത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണത്? സഹനത്തിൻ്റെ കാലഘട്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹനത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഇല്ല, മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കിത് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കണത്. കാര്യം ഓൾറെഡി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം വാഗ്ദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ കൈയും കഴുകി അങ്ങനെ ആരെങ്കിലും നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഇലയിടുമെന്ന് ആരും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ കൈ കഴുകി ചെല്ലുമ്പോൾ തന്നെ ഇലയിടുമെന്ന് ആരും വിചാരിക്കരുത്. അതിന് സഹനശക്തി ആവശ്യമാണ്. കൈയിടിച്ച് കർത്താൻ കടന്നു പോകുമ്പോൾ